കുറ്റൂരെ ഈ സമുദായത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ട് ഇജി ഈ ഫിതനൊക്കെ ഉണ്ടാക്കിയാണ്ട് പറയാണ് സജറകളാണ്. പൊന്നാര കുട്ടിയെ ഇജന്നല്ല ഇങ്ങനത്തെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് ഇനി അഡ്മിനായിട്ട് അടുപ്പം പറയാൻ സജറകളാണ്. എന്റെ ഉസ്താദ് ഇങ്ങനൊക്കെ പഠിപ്പിക്കുന്ന ആളാന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഇജി സകല സ്ഥലത്തും കയറുക ഫിതന ഉണ്ടാക്കുക. എനിക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടോ? ആണ്ട് മറ്റാളെ മൂപ്പിച്ചാൻ പോവുക. മറ്റാള് മൂത്താണ്ട് ഈ മൂത്തോണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ ഇവിടെ നിലനിൽക്കുന്നത്. സാദിഖലി ശിഹാബ്ദങ്ങള് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിറ്റുകളെ കൊണ്ട് തീർക്കണ പ്രശ്നം ഈ കോലത്തില് ആട്ടി ഒലിഞ്ഞി കോളാക്കിയാണ്ട് കൈ കൊടുത്തത് അവർക്ക് ഒരാൾക്കും കഴിച്ചിലാകാൻ കഴിയൂല. ഇങ്ങളൊക്കെ അത് ആക്കിയ ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് അത് അനുഭവിക്കാതെ ഇനി എങ്ങനെ നന്നാക്കിയാലും നിങ്ങൾ ഉറപ്പാ അനുഭവിക്കാതെ നിങ്ങൾ ആരും ഇവിടുന്ന് പോവില്ല. അത് യാതൊരു സംശയവും വേണ്ട. അത് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ അനുഭവിക്കണത് കണ്ടോളി. അങ്ങനെ ആവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. എനിക്കൊക്കെ ശരിക്ക് 10-12 കൊല്ലം ഈ സമുദായത്തിന്റെ തിന്നിട്ട് കുത്തിത്തീർപ്പ് മാത്രമേ എനിക്കറിയുള്ളൂ. ചങ്ങായി ആ പോയാണ്ട് ആ തങ്ങളോട് പറഞ്ഞു കൊടുക്ക്, മിനിറ്റുകളെ കൊണ്ട് തീർക്കേണ്ട ഈ കോലത്തിലാക്കിയ തങ്ങളെ നിങ്ങൾ വല്ലാത്ത തങ്ങളാട്ടോ എന്ന് പറഞ്ഞു കൊടുക്കും. ഇവരൊക്കെ കെട്ടിടാൻ കഴിയുന്ന ആളെന്ത് ചെയ്ത് ചോട് തോണ്ടി കുത്തർന്ന് ഇപ്പൊ പേര് പറഞ്ഞാ പറയും പെങ്ങളെ പറഞ്ഞു. അതന്നെ ആ പാണക്കാട്ടുനിന്ന് അതിനുള്ള കഴിവുണ്ടായില്ല. ആ മുൻഗാമികൾക്കുണ്ടായിരുന്നു. ഇവർക്ക് ഇപ്പൊ ഉള്ളവർക്ക് ആ തൊള്ളിയും കാട്ടി കുത്തർന്ന് ജോടി തോണ്ടി അവിടെ കുത്തർന്ന് അവസരങ്ങൾ ഒരുപാട് കൊടുത്ത് ആര് കേൾക്കണ്? ഞമ്മക്കറിയില്ല എന്നാണ്. ഞമ്മക്കതിന് ഒഴിവില്ല, നമ്മക്ക് സമയമില്ല. എല്ലാത്തിനും സമയമുള്ള ആളാണ്. എടാ ഹയവാനെ, ആരോടാ കമ്മ്യൂണിസ്റ്റുകാരായത്? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് തിരിയോ? ഇജി ആ കടപ്പുറത്ത് പോയാണ്ട് എൻ്റെ മറ്റേ ചങ്ങായിമാരും കൂടിയാണ്ട് ഡാൻസ് കളിപ്പിച്ച ആളുകളാരാ? കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടിയാണ്ട് ഡാൻസ് കളിച്ചാണ്ട് പോരാ മറ്റോ കമ്മ്യൂണിസ്റ്റ് ഉളുപ്പുണ്ടോ എനിക്കൊക്കെ? കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ നിരീശ്വരവാദികളെ കൊണ്ടുപോയാണ്ട് ക്ലാസ് എടുപ്പിച്ചാണ്ട് നിരീശ്വരവാദി ആയില്ലടോ നിങ്ങളെ സ്ഥാപനത്തിന് ചക്കെ. ഇപ്പോഴും ഈ അടുത്ത് നിങ്ങളൊരു നിരീശ്വരവാദിനെ അവിടെ ആ ക്ലാസ് അവിടെ കൊണ്ടുപോയാണ്ട് ക്ലാസ് എടുത്ത് കൊണ്ടുപോയില്ലേ? ഉളുപ്പുണ്ടോ മറ്റുള്ളവരെ കമ്മ്യൂണിസ്റ്റ് ആക്കാം? എന്നിട്ട് ഓൻ പറയാണ് കമ്മ്യൂണിസ്റ്റായ സമസ്തക്കാർ. ഏതാണ് ഹൈവാന എനിക്ക് അങ്ങനത്തെ ഒരു ഇതുള്ളത്? അങ്ങനത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസം ഉണ്ടെങ്കിൽ പിന്നെ ഓൻ എങ്ങനെയായിട്ട് സമസ്തക്കാരനാകുക? ഓൻ ദൈവ നിഷേധിക ആകുകയല്ലാതെ. ഉളുപ്പില്ലടോ എനിക്കൊന്നും അറിയാ. ഇതിനൊന്നും കഴിയാത്തൊരു ഹൈവാന്മാര് എത്ര നേതാക്കന്മാരോടോ നിങ്ങള്? എൻ്റെ ആ ഉസ്താദിന് കഴിയടോ. അതുകൊണ്ട് ഓൻ വലിയ മാറ്റടുത്ത വർത്താനം പറയാൻ വന്നു. ഇൻചാർജ് ഉണ്ട്. ഉളുപ്പില്ലടോ നിങ്ങൾക്കൊന്നും. 10-12 ഈ സമുദായം തരുന്ന ശമ്പളം പറ്റിക്കാണ്ട് സമുദായത്തിനെ തമ്മിൽ ഉദവികൾ. അതുകൊണ്ട് ഓൻ വലിയ ആളായി പറയാ കമ്മ്യൂണിസ്റ്റ് ആയിക്കണ്. ഏതാടാ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർട്ടിന്റെ കൂടെ നിന്നാലേ ഓൻ കമ്മ്യൂണിസ്റ്റുകാരനാകുക ഏത് ഏത് കിതാബിലാണ് എൻ്റെ ഉള്ളത്? ലീഗിന്റെ കൂടെ നടക്കുന്ന ഉളുപ്പില്ലാത്ത എല്ലാ ഉളുപ്പത്തരം ചെയ്യുന്ന ഈ മമ്മൂണി ലീഗാരെ കൂടെ നിന്നാല് സ്വർഗത്ത് പോകുന്ന ഏതാ? എന്നോട് ആരാ പറഞ്ഞത്? PMS സലാം പറഞ്ഞതാ? ഭാര്യ കമ്മ്യൂണിസ്റ്റായി. ഇതൊക്കെ ഏതടുപ്പ് നിന്നോട്? സമസ്ത എടുത്ത നിലപാടിനെ കുറിച്ച് എനിക്കെന്താ അഭിപ്രായം? അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒത്താശ ചെയ്തതെന്ന? ഞങ്ങളാരും സാദിഖലി ശിഹാബ്ദങ്ങളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. അദ്ദേഹം ഈ സമുദായത്തിനെ ഈ കോലത്തിലാക്കിയതിന് വലിയ ഉത്തരവാദി മൂപ്പരാന്ന് ഏത് പൊട്ടനും മനസ്സിലാക്കിക്കൂടെ? 1 മിനിറ്റോ 2 മിനിറ്റോ കൊണ്ടോ തീരേണ്ട വിഷയം ഈ സമുദായത്തിൽ ഇങ്ങനെ തമ്മിൽ ഏർപ്പാട്. എന്നിട്ട് മറ്റോൻ വന്നാണ് പറഞ്ഞിട്ടില്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് അവരെ വാപ്പന് എല്ലാം. ഞാൻ പാണക്കാട്ടെ കുട്ടികളെ ഒരാളെ കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷെ പാണക്കാട്ടെ തങ്ങന്മാര് നിൽക്കേണ്ടോടത്ത് നിന്നിട്ടില്ലെങ്കിൽ അവർക്കും കേൾക്കേണ്ടി വരും. സമസ്തന്റെ വൈസ് പ്രസിഡന്റിന് ഉള്ളാൾത്തങ്ങള് അത് വിചാരിച്ച് ഞങ്ങളാരും അദ്ദേഹം ചെയ്യതല്ല എന്ന് പറയണില്ല. അദ്ദേഹത്തിന്റെ ഈ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് പാണക്കാട്ടെ തങ്ങന്മാർ ആ നിലപാടെടുത്തിന്. ഇപ്പൊ കാസർഗോഡ് കാഞ്ഞങ്ങാട് അയാൾ പറഞ്ഞത് സത്യത്തിൽ ആരാണ് ഇവിടെ ആ ഐക്യ വിരോധിയായത്?
ഈ പ്രശ്നം തീരാൻ വേണ്ടിയിട്ട് എല്ലാരും കൂട്ടിപ്പിടിച്ചാണ്ട് യോഗം നടത്തി പത്രസമ്മേളനം വിളിച്ചത് എന്തിനാ? 15 ദിവസം കൊണ്ട് തീരുമാനാക്കാൻ പോയ ആളാണല്ലോ. അതുകൊണ്ട് മൂപ്പരെങ്ങനെ ഉമ്മയ്ക്ക് അടക്കണം എന്നാ നിങ്ങൾ പറയുന്നത്? അതിന് വേറെ ആളെ നോക്കിയാൽ മതി. പിന്നെ പാണക്കാട്ട് തങ്ങള് ചെയ്യേണ്ട പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർത്താനം ഇതൊന്നും ഞങ്ങളാരും പറയില്ല, ആരും പറയില്ല. അദ്ദേഹം നന്നുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം എന്നോ തീർന്നു പോയിനി. ഏത് പൊട്ടനും മനസ്സിലാവൂലേ? ബുദ്ധി മറ്റടുത്ത് കൊണ്ടുപോയിട്ടിട്ട് കാര്യമില്ല. ഇൻചാർജ് അറിഞ്ഞ് പെരെ കുത്തർന്നോണ്ടും കാര്യമില്ല. പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങള്, ഹൈദരി ശിഹാബ് തങ്ങള്, പിന്നെ ഉമർ ശിഹാബ് തങ്ങളൊന്നും ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ മൂപ്പരും പറഞ്ഞിട്ടില്ല. ഈ ഇപ്പത്തെ തങ്ങന്മാര് കാട്ടിക്കൂട്ടുന്ന ഓരോ കോയിക്കത്തരങ്ങൾ കൊണ്ടാണ് ഉണ്ടായത്. ഇത്തരം മൊയന്തളാണല്ലോ വെച്ചുകള്. ആലോചിക്കുകയാണ് നിങ്ങൾ. സാദിഖലി ശിഹാബ് തങ്ങൾ ഈ CS-ന്റെ വിഷയത്തിൽ 9 കാര്യം തീരുമാനമാക്കിയിട്ട് പോന്നുകയാണെങ്കിൽ ഇത് എല്ലാം പ്രശ്നം തീരുന്ന പൂക്കോട്ടൂരടക്കം പറഞ്ഞ്. ആ മധ്യസ്ഥ ചർച്ചയില് പൂക്കോട്ടൂര് എല്ലാവരും ഐക്യകണ്ഠേന തീരുമാനം എടുത്തത് സാദിഖലി ശിഹാബ് തങ്ങൾ CS വിഷയത്തിൽ തീരുമാനമായി കഴിഞ്ഞാൽ ഈ വിഷയത്തിലൊക്കെ പരിഹാരം കാണാം എന്ന് പറഞ്ഞു പോന്നതാ. എന്നുകൊണ്ട് ഇപ്പൊ ഈ കോലത്തിലാക്കിയത് സാദിഖലി ശിഹാബ് തങ്ങളല്ല എന്നാണ് ബലി പറയുന്നത്. ഓൽക്കൊന്നും പ്രശ്നമില്ല, മറ്റോനിക്ക് മാത്രമാണ്. അല്ല, ഇതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം സാദിഖലി ശിഹാബ് തങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയൂല. യാതൊരു സംശയവും വേണ്ട. എല്ലാവർക്കും തിരിയുണ്ട്. ഇവിടെ നിങ്ങൾ വിചാരിക്കണ മാതിരി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയല്ല എന്തേ തീരുമാനം എടുത്ത് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാണ് പോയാണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിൽ മുഖ്യമായിട്ടും ഒരു പേര് ഒഴിവാക്കിയിട്ടുണ്ട്. പാണക്കാട് സ്വാദിഖലി തങ്ങളാണ് ഈ പ്രശ്നത്തിൻ്റെ എല്ലാ കാരണക്കാരനും. പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങളാണ്. സമസ്ത CIC വിഷയം, അതുപോലെ തന്നെ സമസ്ത മുസ്ലിം ലീഗ് തമ്മിലുള്ള ആ ഒരു തർക്കങ്ങൾ, ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം 100% സ്വാദിഖലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈരാഗ്യ ബുദ്ധി, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രൂപത്തിൽ ഒരു ഈഗോ, ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം സമസ്തയ്ക്ക് ഒരിക്കലും താഴ്ന്നു കൊടുക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഈ പ്രശ്നം ഇത്രയും സങ്കീർണമായ നിലയിലേക്ക് എത്തിപ്പെട്ടത്. ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത രൂപത്തിൽ ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടു പോകണമെന്നാണ് മൂപ്പരെ വിചാരം. അതുകൊണ്ടാണ് CIC-യുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇപ്പോഴും തുടർന്നു കൊണ്ട് സമസ്തയെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ വഹാബികളുടെ പരിപാടിയിലടക്കം സംബന്ധിക്കുകയും അതുപോലെ തന്നെ ഇസ്ലാമിന് നിരക്കാത്ത ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പോലും അതിൻ്റെ ഭാഗവാക്കാക്കുകയൊക്കെ ചെയ്യുന്നത് സമസ്തയെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ സമസ്ത പ്രവർത്തകന്മാർക്ക് സമസ്തക്ക് വേദന ഉണ്ടാകണമെന്നുള്ള ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് മൂപ്പരുടെ പോക്ക്. ഇതിൽ ഇവരുടെ പേരൊക്കെ ഉൾപ്പെടുത്തിയതിൻ്റെ കൂടെ ആദ്യം ഉൾപ്പെടുത്തേണ്ടത് പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ ഇരുന്ന് ചർച്ച ചെയ്താൽ തീർക്കപ്പെടേണ്ട ഈ ഒരു വിഷയം 4 വർഷം കഴിഞ്ഞിട്ടും സമസ്ത CIC പ്രശ്നം ഇങ്ങനെ സങ്കീർണമായതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം പാണക്കാട് സ്വാദിഖിനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അഹങ്കാരം, അദ്ദേഹത്തിൻ്റെ വൈരാഗ്യ ബുദ്ധി, അത് അദ്ദേഹം ഉപേക്ഷിക്കാത്തിടത്തോളം കാലം ഈ പ്രശ്നം ഇങ്ങനെ തന്നെ ഉണ്ടാവും. അദ്ദേഹമാണ് ഈ വിഭാഗീയതയ്ക്ക് ഈ ഒരു രൂപത്തിൽ എത്തിപ്പെടാനുള്ള എല്ലാത്തിൻ്റെയും മുഖ്യ കാരണം പാണക്കാട് സ്വാദിഖാണ്. അദ്ദേഹത്തെ SOS-ൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും എപ്പോഴേ നീക്കം ചെയ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇപ്പോഴും അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ആ സ്ഥാനത്തിനോട്, ആ ഒരു സ്ഥാനത്തെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ സമസ്ത രൂപീകരിച്ച് തന്നെ ഈ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടാണ്. അത്തരക്കാരുടെ സ്റ്റേജുകളിൽ പരസ്യമായി പോവുകയും അവരുമായിട്ട് ചങ്ങാത്തം കൂടുകയും SOS-നും സമസ്തക്കൊന്നും നിരക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇദ്ദേഹത്തെയാണ് ആദ്യം പടിയടിച്ച് പിണ്ടം വെച്ച് പുറത്താക്കേണ്ടത്. ഇദ്ദേഹം ഒന്നെങ്കിൽ ഇദ്ദേഹം സ്വയം രാജിവെച്ച് പോകുക, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പുറത്താക്കുക. എന്നാലേ ഇതിൻ്റെയൊക്കെ പ്രശ്നത്തിന് ഒരു പരിസമാപ്തി കുറിക്കപ്പെടാൻ സാധ്യതയുള്ളൂ. ഇദ്ദേഹം ഉള്ളിടത്തോളം കാലം ഈ പ്രശ്നം ഇങ്ങനെ സങ്കീർണമായി തന്നെ തുടരുക തന്നെ ചെയ്യും. അല്ല, ഇതിപ്പോ എന്താണെന്നറിയോ, മൊയിലേറെ കുട്ടികളെ 4 ഭാഗത്തും ഇപ്പൊ ഇങ്ങനെ പായിനുണ്ടാവും. ഇത് എങ്ങനെ ഇപ്പൊ ഒന്ന് പടച്ചോനെ പൊളിച്ചടക്കി കജ്ജി കൊടുക്കുക എന്നുള്ള നിലക്ക് അതിനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഐറ്റികൾക്കാണ് ഈ സമസ്ത, കാരണം അവർക്ക് റേറ്റ് ഇല്ലാത്തൊരു സ്ഥാപനമാണല്ലോ. ഇപ്പോൾ സമസ്ത എന്ന് പറയുന്നത്
പല സ്ഥാപനങ്ങൾക്ക് റേറ്റ് ഇല്ലാത്തൊരു സാധനമാണല്ലോ. അപ്പോൾ അതിനെ പൊളിച്ചടക്കുക എന്നുള്ളത് അവരെ അജണ്ടയിൽ അവർ എഴുതി വെച്ച കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും ഇനി അവരെ ഭാഗത്തു നിന്നുണ്ടാകുക. ഈ ഒരു സമിതിക്കകത്ത് കയറി കൂടി ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിലുള്ള ആളുകളെ എങ്ങനെയൊക്കെ വഴിതിരിച്ച് വിടാൻ പറ്റും. ഒരു സമിതിയാണല്ലോ ഇപ്പോൾ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. നമ്മളെ നദീവിൻ്റെയും പൂക്കോട്ടൂരിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണല്ലോ ഈ CIC വിഷയവുമായി പഠിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സമസ്ത ഏൽപ്പിച്ചത്. എന്താന്ന് പോലെ അവസ്ഥ, അതിപ്പോ ഏത് കോലത്തിലാപ്പോ ആയത് നമ്മൾ കാണുമല്ലോ ഇപ്പൊ അതൊക്കെ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, അപ്പൊ നമ്മുടെ രാഷ്ട്രീയ ചാണക്യൻ ഓടിയെത്തിയിട്ടുണ്ട്. ഒരു പ്രശ്നപരിഹാര സമിതിയൊക്കെ നീട്ടിയെറിഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കണം, ബഹുമാനപ്പെട്ട സമസ്തന്റെ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ പാപ്പാന്റെ ഒരു അവസ്ഥ. എത്ര സ്ഥലത്താണ് ആ പാവം പോയിട്ട് ഇവരെ മുമ്പിൽ ഇരുന്നു കൊടുത്തത്, എത്ര സ്ഥലത്ത്. ഇതിനൊരു തീരുമാനമാകുകയാണെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ആ പാവം പോയിട്ടുണ്ടാകുക. എന്നിട്ട് അവിടെ പോയിട്ട് ഇരിക്കുക, പിറ്റത്തെ ദിവസം പറയാ പാലും വെള്ളം മാതിരിയാണ്, പാലിൽ നിന്ന് വെള്ളം എടുത്ത് ഒഴിവാക്കാൻ പറ്റുമോ, അതുപോലെയാണ് ഞങ്ങളെന്ന് പറയാം. ഇപ്പുറം വന്നിട്ട് ആ പാല് 2 ദിവസം ക്ലാസ്സിൽ വെച്ചിങ്ങാണ്ട് ആ മേലത്തെ വെള്ളാണ്ട് ഒഴിച്ച് കളഞ്ഞിങ്ങാണ്ട് ഇത് ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളത് തെളിയിക്കുക. ഏതായിരുന്നാലും വല്ലാത്തൊരു പിന്നെ ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വന്ന പ്രസിഡന്റായി പോയി സമസ്തക്ക് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാപ്പ. ആ പാവം എന്തെല്ലാമാണ് കേൾക്കണത് ഈ സോഷ്യൽ മീഡിയയിൽ. ഇപ്പം ഈ അടുത്തും കൂടി നമ്മളെ പ്രദേശത്തുള്ള ഒരു കൈത, അങ്ങനെ തന്നെ പറയട്ടേനും, ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഞാൻ വായിച്ചു. അതായത് മറ്റുള്ള തങ്ങന്മാരെ അംഗീകരിക്കാനുള്ള ഒരു പ്രയാസമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അതിൻ്റെ കാരണം സമസ്തൻ്റെ പ്രസിഡൻ്റാണെന്ന്. അതായത് സമസ്തൻ്റെ പ്രസിഡന്റിന് മറ്റ് തങ്ങന്മാരെ അംഗീകരിക്കണതിൽ പ്രയാസമുണ്ടെന്ന് അവനക്ക് പള്ളർച്ച് കോളി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ പ്രചരിപ്പിക്കണതേ. എന്നിട്ടും ഈ പാവം പോയിട്ട് അവരെ മുമ്പിൽ പോയിട്ട് കോമളിയായിട്ട് ഇരുന്നു കൊടുക്കുകയുള്ള. അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസിനെ കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാക്ക്. കാരണം ഇങ്ങനെ ഇരിക്കാനും വേണമല്ലോ ഒരാള്. അപ്പുറത്ത് വാശി പിടിച്ചിരിക്കണമാതിരി ഇപ്പുറത്തും വാശി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുത്തം കൂടി ഉണ്ടാവില്ലല്ലോ അല്ലേ. ഞാനാണ് അധിപൻ അനറബുക്കുമൽ ആളില എന്ന് അപ്പുറത്ത് വിചാരിച്ച് കുത്തിയിരിക്കണമാതിരി ഇപ്പുറത്തും അതേ മനോഭാവത്തോട് കൂടിയിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇരുത്തം തന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ഒരു വിട്ടുവീഴ്ച ചെയ്യണതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഇരുത്തെങ്കിലും ഉണ്ടാവണേ. ഏതായാലും അള്ളാഹു വിജയത്തിലെത്തിക്കട്ടെ. നമുക്ക് അങ്ങനെ തോരക്കാം. കാണുമ്പോൾ സങ്കടമാണ്. നമ്മളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം എല്ലാവരും ഒത്തൊരുമിച്ച് വല്ലം പോലെ പോകണം തന്നെയാണ്. മുസ്ലിങ്ങൾ പരസ്പരം ചിന്ന ഭിന്നായിട്ട് ആ ശക്തി കമ്മിയായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അതിൻ്റെ പ്രശ്നങ്ങൾ വരും, അത് ഉറപ്പാ. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാലേ, നമുക്കുള്ള ബോധം കൂടിയും ഈ നേതാവെ അടുക്കണോൽക്കില്ല. പാണക്കാട് കുടുംബത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല സംസ്ഥയ്ക്ക് എതിരായിട്ടൊരു തീരുമാനം. സംസ്ഥ പറഞ്ഞതിൻ്റെ അപ്പുറം നടക്കുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. സംസ്ഥ മുഷാവറ എടുത്ത തീരുമാനമൊക്കെ അനുകൂലിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമാണ് പാണക്കാട് തങ്ങന്മാർക്കിനത്. അപ്പോൾ ഓഫിയ സംസ്ഥാനം ഒഴിവാക്കി സാധിക്കലി തങ്ങൾ പിന്നെ അയിമ പിടിച്ച് തൂങ്ങിക്കട നടക്കുന്നതിൻ്റെ കാരണം എന്താ? ഓരോ തമ്മാടിത്തരങ്ങൾ ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക. നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഉണ്ടാൻ പറ്റില്ല. നമ്മൾ മുണ്ടിയാൽ തങ്ങന്മാരാണ്, മൂല്യന്മാരാണ്, മുസ്ലിയാരക്കന്മാരാണ്, കുരുത്തക്കേട്, നരകം, സ്വർഗം. ഓൾക്ക് എന്ത് ദുൽമും അക്രമവും നേതൃസ്ഥാനത്ത് ഇരുന്നിട്ട് ചെയ്യുക, അതൊന്നൊരു വിഷയമല്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പോയിന്നെ വലിയ കുറ്റമായി. എന്താ പത് കഥ? അവർ നിൽക്കേണ്ടടുത്ത് നിന്നിട്ട് ആ മര്യാദയൊക്കെ പൂർവികര പാതിയിൽ നല്ലപോലെ ആണത്തമുള്ള നല്ല അന്തസ്സുള്ള ആൾക്കാരെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാലിൻ്റെ ചോട്ടുണ്ടാവും, കാവൽ പട്ടികളായിട്ട് എന്നും ഉണ്ടാവും. പോകിരിത്തരം കാട്ടിക്കഴിഞ്ഞാൽ തള്ളി പറയാനും വയ്ക്കും, അതും വേറെ കാര്യം. മുഷാവറിനൊക്കെ ഞങ്ങൾക്ക് സംസ്ഥനെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. സംസ്ഥ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റെപ്പ് അപ്പുറത്തേക്ക് വെക്കൂല. ഇതിപ്പോൾ ഇലക്ഷനായിപ്പോൾ ഇവരൊക്കെ പാടെ വന്നിക്കാണ്ട് നമുക്ക് മീറ്റിംഗ് കൂടുക എന്ന് പറഞ്ഞുകാണ്ട് തങ്ങന്മാരൊക്കെ പറഞ്ഞുകാണ്ട് അതങ്ങനെ തന്നെ അല്ലേ. നിങ്ങളെ വീട്ടിലേക്ക് ഇപ്പം ഞാൻ വന്നുകാണ്ട് നമ്മളെ മാന്യമായിട്ട് സൽക്കരിക്കും. നമ്മൾ മുജാഹിദാണോ എതിർ കക്ഷിയാണോ കാര്യങ്ങൾ നമ്മളെ വരയ്ക്ക് വരുമ്പോൾ ഒരു ഗസ്റ്റായിട്ടേ അംഗീകരിക്കുള്ളൂ. അതുപോലെ നമ്മളിപ്പോൾ ഇലക്ഷൻ വരും, അത് പണ്ട് തന്നെ പറഞ്ഞിങ്ങനെ ഇലക്ഷൻ വരുമ്പോൾ നോക്കിക്കൊണ്ട് ഇവർ ഈ പറഞ്ഞോലൊക്കെ നമ്മളെ പണ്ഡിതന്മാരുടെ കാലിൻ്റെ ചോട്ടിക്ക് എത്തുമെന്ന് പറഞ്ഞാൽ മതി. ഇവർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക കാലിൻ്റെ ചോട്ടിക്ക്. അത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എഴുതിയിരിക്കുക. സംസ്ഥാന ആലിമ്യങ്ങൾ മാന്യന്മാരാണ്. അവർ നല്ല രീതിക്ക് പോലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഒക്കെ നമ്മൾ റെഡിയാണെന്ന് പറയും. അത് അവരുടെ മാന്യത.
മനസ്സിലായില്ലേ? ഇതിപ്പോ ഈ വരുന്ന കള്ളന്മാരാണെന്നുള്ളത് നമുക്കറിയാം. അല്ല, ഇതില് ഇപ്പം കുറ്റം പറയാനൊന്നുമില്ല. കാരണം ലീഗ് പ്രസിഡന്റ് ഒരുപാട് പ്രാവശ്യം ഇതേറ്റതാണ്. കാരണം അദ്ദേഹത്തിനെ മുഷാവറയിൽ എടുക്കാത്തതിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അയാള്. അപ്പോൾ അതിന് ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനം എന്നല്ല പറയേണ്ടത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന സാദിഖൽ തങ്ങളെക്കാട്ടും വലിയ കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഇല്ല. കാരണം മൂപ്പരാണ് പറഞ്ഞത് പരസ്യമായിട്ട് CPM നശിക്കാൻ പാടില്ല, CPM മതേതര സംഘടനയാണ്, ആനാണ് കുതിര എന്നൊക്കെ മൂപ്പര് ചാനലിന് മുന്നിൽ റജി ലൂക്കോസുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പ്രസിഡന്റ് ആയതിനു ശേഷം. അപ്പോൾ അതിനൊന്നും പറയണ്ട. ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സംഘടനാ പ്രശ്നങ്ങളൊക്കെ തീർക്കണം, ലീഗിന് എന്തെങ്കിലും ബാധിക്കും. ലീഗിന് ബാധിക്കൊന്നുമില്ല. കാരണം സമസ്തക്കാരും ലീഗിനെ എതിർക്കണില്ലല്ലോ. ചാനലുകാർക്ക് വേണ്ടിയിട്ട് പോലുണ്ടാക്കിയ നരേഷനാണല്ലോ സമസ്തയും വിരുദ്ധരും ലീഗ് വിരുദ്ധരും. സത്യത്തില് സമസ്തന്റെ ഉള്ളിലുള്ള സമസ്ത മുഷാവറനെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം, അല്ലാതെ സമസ്തയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സമസ്തന്റെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ സമസ്ത മുഷാവറ എടുത്ത തീരുമാനങ്ങൾ ഒപ്പം നിൽക്കുകയാണ്. സമസ്തയിൽ ഒരു പ്രശ്നവുമില്ല, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനും സമസ്തക്കാരനാന്ന് അറിയുന്നിട്ട് ഞാൻ സമസ്ത എടുക്കുന്ന തീരുമാനം നിൽക്കുകയില്ല. കാരണം സമസ്ത CIC-ക്കെതിരെ തീരുമാനം എടുത്തത് എന്തിനാന്നുള്ള എല്ലാവർക്കും അറിയാം. CIC എന്ന് പറയുന്നത് ഹക്കീം ഫൈസിന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയോ ഹക്കീം ഫൈസ് ഉണ്ടാക്കിയ സംവിധാനം ഒന്നുമല്ല, സമസ്ത ഉണ്ടാക്കിയ സംവിധാനമാണ്. അതിലേക്ക് ഒരു അധ്യാപകനായിട്ട് വന്ന ആളാണ് ആര്? ഹക്കീം ഫൈസി. പിന്നീട് അത് മൂപ്പരെ സാമർത്ഥ്യം കൊണ്ട് അത് പിടിച്ചടക്കി. മറ്റുള്ള പല സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണല്ലോ, ഓരോ വ്യക്തികൾ കൈയടക്കി. അതിൽ ഇനി മുന്നോട്ടുള്ളൊരു മാറ്റം ഉണ്ടാവും. പിന്നെ ഇവര് വിചാരിച്ച് മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടും പിന്തുണയും ഇല്ലെങ്കിൽ പിരിവ് നടക്കൂലെന്നും സമ്മേളന പ്രചരണങ്ങളൊന്നും നടക്കൂലെന്നും നാട്ടിലെവിടെയും ബോർഡ് വെക്കൂലെന്നും ഒക്കെ ആയിരുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരെ. ഇത് നാട് മുഴുവൻ സമ്മേളന പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പിന്നെ റേഞ്ച് അടിസ്ഥാനത്തിൽ പരിപാടി നടക്കുന്നത്, ശാഖ അടിസ്ഥാനത്തിൽ പരിപാടി നടക്കുന്നത്, ജില്ലാ അടിസ്ഥാനത്തിൽ പരിപാടി നടക്കുന്നത്. അപ്പം കുറച്ച് ആസ്ഥാന പ്രാസംഗികന്മാരുണ്ടല്ലോ, അവർക്ക് പ്രാസംഗിക്കാൻ ആരും വിളിക്കാറ്. ഇതിലും നല്ല പ്രാസംഗികന്മാർ പുതിയത് വന്ന്, അറിവുള്ള പ്രാസംഗികന്മാർ പുതിയ വന്ന്, അപ്പോൾ അവർക്കൊക്കെ ഒരു വേദി കിട്ടണം. പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു, ഒന്നിനും ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇവര് വിചാരിച്ച് ഇവരാ കാല് അങ്ങോട്ട് പോയി പിടിക്കുമെന്ന്. ഇവരിങ്ങോട്ട് വന്ന് പിടിച്ചതാ കാല്. സ്വാബി ടീം ഇങ്ങോട്ട് വന്ന് പിടിച്ചതാ കാല്. സാധാരണ എങ്ങനെ ഉണ്ടാല്, ഹൈദർ തങ്ങളെ മരണത്തിന് മുമ്പ് വരെ എന്തായിരുന്നു, പാണക്കാടേക്ക് അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്തിന്. ഇന്ന് ഇങ്ങോട്ട് വരേണ്ട ഗതികേട് വന്ന്. കാരണം എന്താ? ശരി സമസ്തന്റെ ഒപ്പം ഉണ്ടായത് കൊണ്ടാ. പിന്നെ മുഷാവറയില് എടുക്കാൻ നേതാക്കന്മാരും ഇതിനൊക്കെ തയ്യാറായിരുന്നു, കാരണം ഒരു സമവായത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അത് അയാള് ആ സമസ്തന്റെ മുഷാവറന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന എന്തെങ്കിലും ഒന്നില് അയാൾ ഉറച്ചിക്കണ്ടേ. ഹൈദർ തങ്ങളൊക്കെ ജീവിച്ചു, ഹൈദർ തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റ് ആയില്ലായിരുന്നു. അദ്ദേഹം എന്തെങ്കിലും ചെയ്ത് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിനെ ബഹുമാനിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇതാക്കി. ഇതിപ്പോ ഒരു മുഷാവറയിലെ സ്ഥാനം കിട്ടാതെ, ഇത് ഉദാഹരണം പറഞ്ഞപ്പോ ഒരു സദസ്സിനനുസരിച്ച് ഒരു ദുആ ചെയ്യാൻ അദ്ദേഹത്തിന് അറിയില്ല, എഴുതി കൊടുക്കണം. ഈ റബ്ബനാത്തിന ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ യാസീൻ ബുക്കിന്റെ അടി ബേക്കിലുണ്ടാകുന്ന ഒരു ദുആ, അത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയുന്ന ദുആ. അതേസമയത്ത് ഓരോ സദസ്സിനനുസരിച്ച് ദുആ ചെയ്യാൻ കഴിവ്, അത് എഴുതി കൊടുത്താലേ മൂപ്പർക്ക് നടക്കുള്ളൂ. അങ്ങനത്തെ ഓരോ കഥകളും. പിന്നെ ഈ ലേഡീസുമായിട്ടുള്ള കഷ്ടങ്ങൾ, പിന്നെ കൂട്ടിക്കലർന്നത്, മുജാഹിദ്, കുറച്ചൊക്കെ ഒരു മിതത്വം പാലിക്കണ്ടേ.